എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആർദ്ര. എല്ലാവരും ഫയർമാൻ എക്സാം എഴുതുന്നതിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ തിരക്കിലായിരിക്കും എന്നറിയാം. അപ്പോൾ നമ്മുടെ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മലയാള ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള, ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതിക്കൊണ്ട് തുടങ്ങുന്നു. ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യമാണ്, ലോഭസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക. ഈ ഒരു പാറ്റേൺ ചോദ്യം ഈ വർഷത്തെ ചോദ്യങ്ങളിൽ ഒന്നും നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരു പാറ്റേൺ ആണ്. സന്ധി ഏതെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധാരണ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ള രീതിക്കോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പിരിച്ചെഴുതുക എന്ന് പറയുന്ന രൂപത്തിലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സാധാരണ സന്ധി ഏത് എന്നോ അല്ലെങ്കിൽ ലോഭസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക എന്ന് പറയുന്ന ചോദ്യം കുറച്ചായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ സന്ധിയുടെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. സന്ധി എന്താണ്? സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണല്ലേ നമ്മൾ സന്ധി എന്ന് പറയുന്നത്. ആ മാറ്റം എന്ന് പറയുന്നത് ഒരു പുതിയ വർണ്ണം കടന്നു വരുന്നതിലൂടെയാണെങ്കിൽ അതിനെ നമ്മൾ ആഗമസന്ധി എന്ന് പറയും. ഒരു വർണ്ണം പൊയ്ക്കൊണ്ടാണ് ആ മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ലോഭസന്ധി എന്ന് പറയും. അങ്ങനെയല്ല, ഒരു വർണ്ണം മാറി മറ്റൊരു വർണ്ണം വരുന്നതിനെയാണ്, ആ രീതിക്കാണ് രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആദേശം എന്ന് പറയും. എന്നാൽ ഏതെങ്കിലും ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിലൂടെയാണ് ആ മാറ്റം സംഭവിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ദ്വിത്വസന്ധി എന്ന് പറയും, അല്ലേ? അങ്ങനെയാണ് നമ്മൾ സന്ധികൾ 4 വിധം എന്ന് പറയുന്നത്. ഇവിടെ ഏതൊക്കെയാണ്? ലോഭസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ലോഭസന്ധിയാണ് നമ്മുടെ വിഷയം. ലോഭസന്ധിയാണ് നമ്മളുടെ വിഷയം. നോക്കിയാലോ. ആദ്യത്തെ പദം എന്താണ്? ഉണ്മ എന്നാണ്. ഉണ്മ എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുക? നമ്മൾ സന്ധി നിർണ്ണയിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് പദങ്ങളെ പിരിച്ചെഴുതുക എന്നുള്ളതാണ്. അവിടെ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഉണ്മ എന്ന് പറയുന്ന പദത്തെ നമ്മൾ എങ്ങനെയാണ് പിരിച്ചെഴുതുക? ഉണ്മ എന്നുള്ളതിന്റെ ശരിയായി പിരിച്ചെഴുതിയ രൂപം ഏതെന്നും ചോദിക്കാറുണ്ട്. ഉൾ അധികം മായാണല്ലേ ഉണ്മ എന്ന് പറയുന്നത്. ഉൾ അധികം മായ്ക്കാണ് നമ്മൾ ഉണ്മ എന്ന് പറയുന്നത്, അല്ലേ? ഉൾ അധികം മായാണ് ഉണ്മ എന്ന് പറയുന്നത്. ഇവിടെ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഈ രണ്ട് വർണ്ണങ്ങൾ തമ്മിലാണ് കൂടിച്ചേരുന്നത്. കൂടിച്ചേരുമ്പോൾ എന്ത് മാറ്റം ഉണ്ടായി? ഇവിടെ നോക്കുന്ന സമയത്ത് ഉ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്, മായും അതുപോലെ തന്നെ ഉണ്ട്. പകരം ള് എന്ന് പറയുന്ന വർണ്ണം പോയിക്കൊണ്ട് ണ് എന്ന് പറയുന്ന വർണ്ണം വരികയാണ് ഉണ്ടായത്, അല്ലെ? അപ്പൊ ആ സന്ധി ഏതാണ്? ആദേശ സന്ധിയാണ്, അല്ലെ? ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം കടന്നു വരുന്നതിനെ നമ്മൾ എന്താ പറയുക? ആദേശ സന്ധി എന്നാണല്ലേ പറയുന്നത്. ആദേശ സന്ധി. അപ്പൊ ആദ്യത്തേത് ആദേശ സന്ധിയാണ്. ഇനി അടുത്തത് തേർത്തടം. തേർത്തടം എങ്ങനെയാണ് പിരിച്ചെഴുതുക? തേർ അധികം തടമാണ് തേർത്തടം, അല്ലെ? തേർ അധികം തടമാണ് തേർത്തടം. ഇവിടെ നോക്കുക. തേ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. ഇർ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. പകരം താ എന്ന് പറയുന്ന ഒരു വർണ്ണം ഇരട്ടിച്ച് ഇത്ത ആയിട്ടുണ്ടല്ലേ. അപ്പൊ ഒരു വർണ്ണം, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് ഒരു വർണ്ണം ഇരട്ടിക്കുകയാണെങ്കിൽ സന്ധി ഏതാണ്? സന്ധി ദ്വിത്വസന്ധിയാണല്ലേ. ദ്വിത്വസന്ധി. അപ്പം അതുമല്ല ശരിയായിട്ടുള്ള ഉത്തരം. ഉണ്മയുമല്ല തേർത്തടവുമല്ല. ഇനി അടുത്തത് വാക്ക് ഏതാണ്? വന്നില്ല എന്നുള്ളതാണ് അടുത്ത വാക്യം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. വന്ന് അധികം ഇല്ല എന്നുള്ളതാണ് വന്നില്ല എന്നുള്ളതായിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ സന്ധി ചെയ്യാൻ ആദ്യം നോക്കേണ്ടത് നമ്മൾ ആ കിട്ടുന്ന പദത്തിനെ പിരിച്ചെഴുതുക. പിരിച്ചെഴുതിയ രൂപവും കിട്ടിയ രൂപവും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടായതെന്ന് നോക്കുക. ആ വ്യത്യാസത്തിനനുസരിച്ച് സന്ധി നിർണ്ണയിക്കുക. ഇവിടെ വന്ന് എന്നുള്ളതിന്റെ വാ ഇവിടെ തന്നെയുണ്ട്, ഇന്ന അവിടെ തന്നെയുണ്ട്, ഈ അവിടെ തന്നെയുണ്ട്, ഇല്ല ഉണ്ട്. അപ്പൊ വന്ന് എന്നുള്ളതിന്റെ ഇകാരം ഇവിടെ ഉണ്ടോ? വാ, ഇന്ന, ഈ, ഇല്ല. ഇല്ല എന്നുള്ളതിനാണ് ചിഹ്നം. ഈ എന്ന് പറയുന്ന ചിഹ്നം ഇവിടെ തന്നെയുണ്ട്. അപ്പൊ പകരം ഇവിടുന്ന് ഇല്ലാത്ത സാധനം എന്താണ്? എന്തോ ഒരു സാധനം ഇങ്ങോട്ട് വന്നപ്പോഴേക്കും നഷ്ടപ്പെട്ടു പോയി. അതേതാണ്? ഈ എന്ന് പറയുന്ന ചിഹ്നം, അല്ലെ? ഉകാരം എന്ന് പറയുന്ന ചന്ദ്രക്കല അല്ലെങ്കിൽ എന്ന് പറയുന്ന ഈ ഒരു ചിഹ്നം നഷ്ടപ്പെട്ടു പോയി. വേറെന്തെങ്കിലും മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ടോ? ആ ഒരു ചിഹ്നം ചേർത്തെഴുതുന്ന സമയത്ത് ഈ ഒരു ചിഹ്നം അവിടെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട്, ലോപിച്ചു പോയതുകൊണ്ട്, ഇല്ലാതായി പോയതുകൊണ്ട് അവിടുത്തെ സന്ധി ഏതാണ്? ലോഭസന്ധിയാണ്. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? വന്നില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള
ഉത്തരം. വന്നില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അയാൾ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ആ അധികം ആളാണ് അയാൾ അല്ലെ? ആ അധികം ആ ആളാണ് അയാൾ, ഈ അധികം ആളാണ് ഇയാൾ എന്ന് പറയുന്നത്. നോക്കിയാലോ, ആ അവിടെ തന്നെയുണ്ട്, യാ എന്ന് പറയുന്ന ചിഹ്നം ഇവിടെ തന്നെയുണ്ട്, ഇല്ലുണ്ട്. പകരം പുതുതായിട്ട് ഇവിടെ ഒരാൾ കയറി വന്നിരിക്കുന്നു. ആരാണ്? യ് എന്ന് പറയുന്ന വർണ്ണം ഇവിടെ ചേർച്ച ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ചേർന്ന രൂപമാവുന്ന സമയത്ത് ഈ എന്ന് പറയുന്ന പുതിയൊരാളുള്ളത് കൊണ്ട് അവിടെ പുതുതായിട്ടൊരു വർണ്ണം കടന്നു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സന്ധി എന്താണ്? ആഗമസന്ധി. കിട്ടിയല്ലോ. അപ്പൊ ഇതാണ് സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട ആ ചോദ്യം എന്ന് പറയാം. മനസ്സിലായി കാണുമല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അപ്പൊ ശരിയായ ഉത്തരം വന്നില്ല എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, നദി എന്ന പദത്തിന് സമാനമായ പദം ഏത് എന്നുള്ളതാണ്. സമാന പദത്തിന്റെ ഒരു ചോദ്യമാണ്. വാഹിനി, അനിലൻ, സമീരൻ, വിഹായസ്. ഏതാണ് നദി എന്ന് പറയുന്ന പദത്തിന്റെ പര്യായം? ഏതാണ്? ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. വാഹിനി. നദി എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? വാഹിനി, തടിനി, നിമ്നക, അതുപോലെ തന്നെ കല്ലോലിനി. ഇതെല്ലാം തന്നെ നദിയുടെ പര്യായങ്ങളാണ്. ഇനി അനിലൻ. അനിലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനിലൻ കാറ്റാണല്ലേ. സമീരനോ? സമീരനും കാറ്റാണ്. അപ്പൊ കാറ്റിന്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? അനിലൻ, സമീരൻ. വാദം എന്ന് പറഞ്ഞാൽ കാറ്റാണ്. അതുപോലെ തന്നെ പവനൻ, മാരുതൻ. ഇവയെല്ലാം തന്നെ എന്താണ്? നമ്മള് അനിലൻ, കാറ്റ് എന്നുള്ളതിന്റെ പര്യായങ്ങളാണ്. അടുത്തത് വിഹായസ്. വിഹായസ് എന്ന് പറയുന്ന പദത്തിന് ആകാശം, അന്തരീക്ഷം എന്നൊക്കെയാണ് അർത്ഥം. എന്താണ് ആകാശത്തിന്റെ പര്യായങ്ങള്? മാനം, വാനം, അമ്പരം അല്ലെ? അമ്പരം. പിന്നെ എന്തൊക്കെയാണ്? നഭസ്. അമ്പരം, നഭസ്. ഇതൊക്കെയും എന്താണ്? ഇവയൊക്കെയും വിഹായസ് അല്ലെങ്കിൽ ആകാശം എന്നുള്ളതിന്റെ പര്യായ പദങ്ങളാണ്. ആകാശം എന്നുള്ളതിന്റെ പര്യായങ്ങളാണ്. ഇന്നത്തെ അമ്പരം എന്ന് പറയുന്ന പദത്തിന് നാനാർത്ഥവും കൂടിയുണ്ട്. ആകാശം എന്ന് കൂടാതെ വസ്ത്രം എന്ന് പറയുന്ന അർത്ഥം കൂടി അമ്പരം എന്ന് പറയുന്ന പദത്തിനുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. മൂന്നാമത്തെ ചോദ്യം, ശരിയായ പദം കണ്ടെത്തി എഴുതുക. പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. തിരശ്ചീനം, 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 തിരശ്ചീനം. ഏതാണ് തിരശ്ചീനം എന്ന് എഴുതുന്നത്? തിരശ്ചീനം ലംബമായും തിരശ്ചീനമായും എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ? തിരശ്ചീനം എന്ന് പറയുന്ന പദം ശരിയായി എഴുതുന്നത് എങ്ങനെയാണ്? ഇതാണ് തിരശ്ചീനം എന്ന് പറയുന്ന പദം ശരിയായി എഴുതുന്ന രൂപം. ച. ഈ രൂപവും തമ്മിൽ എപ്പോഴും, ഈ രണ്ട് അക്ഷരങ്ങൾ തമ്മിൽ എപ്പോഴും തിരിഞ്ഞു പോകാറുണ്ട്. ഈ ച എന്ന് പറയുന്ന രൂപം എഴുതുന്ന മറ്റു പദങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ രാജാ ഹരിശ്ചന്ദ്ര അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയാണ്, മുഴുനീള സിനിമയാണ് രാജാ ഹരിശ്ചന്ദ്ര എന്ന് പറയുന്നത്. ദാദാ സാഹിബ് ഫാൽക്കെ നിർമ്മിച്ച സിനിമയാണ് രാജാ ഹരിശ്ചന്ദ്ര അല്ലേ? ഹരിശ്ചന്ദ്ര, ഹരിശ്ചന്ദ്ര എന്നെഴുതുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ പശ്ചാത്താപം, അതുപോലെ തന്നെ പശ്ചാത്തലം, അതുപോലെ തന്നെ വൃശ്ചികം, അതുപോലെ തന്നെ പശ്ചിമം, അതുപോലെ തന്നെ ആശ്ചര്യം എന്നിവയെല്ലാം എഴുതുന്ന ഒരു ശ എന്ന് പറയുന്ന ഷായും ഷായും കൂടെ ചേർന്ന രൂപം ഇതാണ്. അപ്പൊ അതത്രയും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ശരിയായിട്ട് തിരശ്ചീനം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം എന്ന് പറയാം. അടുത്ത ചോദ്യം നോക്കാം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം. പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണമാണ് താങ്കൾ, കുട്ടികൾ, മിടുക്കർ, വിദ്യാർത്ഥികൾ. ഇതിലേതാണ് പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണം? പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബഹുമാന സൂചകാർത്ഥം, ആർമാർക്കൾ എന്നിങ്ങനെയുള്ള പ്രത്യയങ്ങൾ ഒരു ഏകവചന രൂപത്തോടൊപ്പം ചേർത്ത് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പൂജക ബഹുവചനം എന്ന് പറയുന്നത്. എപ്പോഴും പറയുന്ന പോലെ ബഹുവചനം എന്ന് പറയുന്നത് പേരിൽ മാത്രമേ ഉള്ളൂ, ആള് ഒറ്റയാണ്. പക്ഷെ ബഹുമാന സൂചകമായിട്ട് ആർമാർക്കൾ എന്നിങ്ങനെയുള്ള
ബഹുവചന പ്രത്യയങ്ങൾ എന്നിങ്ങനെയുള്ള ബഹുവചന പ്രത്യയങ്ങൾ ചേർക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇവിടെ ഏതാണ് കുട്ടികൾ എന്നുള്ളത്? ഏത് വചന രൂപമാണ്? ബഹുവചനത്തിനെ തന്നെ നമ്മൾ സലിംഗ ബഹുവചനം എന്നും അലിംഗ ബഹുവചനം എന്നും പൂജക ബഹുവചനം എന്നും തിരിക്കുന്നുണ്ട്. സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ ലിംഗം പറയാൻ സാധിക്കുന്നത്, ആണാണെന്നോ പെണ്ണാണെന്നോ പറയാൻ സാധിക്കുന്നതാണ്. ഇവിടെ കുട്ടികൾ എന്ന് പറയുന്നത് ആൺകുട്ടികൾ എന്നാണ് സൂചിപ്പിച്ചിരുന്നതെങ്കിൽ നമുക്ക് സലിംഗ ബഹുവചനം എന്ന് പറയാമായിരുന്നു. ഇവിടെ കുട്ടികൾ എന്നുള്ളതായതുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടുന്നതായതുകൊണ്ട് അത് അലിംഗ ബഹുവചനമാണ്. അലിംഗ ബഹുവചനം. ഇനി മിടുക്കർ എന്ന് പറഞ്ഞാലും മിടുക്കന്മാരും മിടുക്കികളും ഉൾപ്പെടുന്ന കൂട്ടമായതുകൊണ്ട് തന്നെ ആണ് അവരെ മിടുക്കർ എന്ന് പറയുന്നത്. തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് അതും അലിംഗ ബഹുവചനം തന്നെയാണ്. ഇനി വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഉൾപ്പെടുന്നതായതുകൊണ്ട് തന്നെ അവയെ നമ്മൾ അലിംഗം എന്ന് പറയാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും പെൺകുട്ടികളെ സൂചിപ്പിക്കാൻ വിദ്യാർത്ഥിനി എന്ന് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സലിംഗ ബഹുവചനമാണ് വരുന്നത്. വിദ്യാർത്ഥി എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ ഒരു സൂചകമായിട്ട്. പക്ഷെ ഇപ്പോ വിദ്യാർത്ഥികൾ എന്നുള്ളത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദമാണ്. അതുകൊണ്ട് തന്നെ അലിംഗമായിട്ട് നമുക്ക് കണക്കാക്കാം. വിദ്യാർത്ഥിനി എന്ന് പറയുന്നത് പെൺകുട്ടിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്നുള്ളതാണ് ഏതാണ് നമ്മുടെ പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണമായിട്ട് വരുന്ന പദം. കിട്ടിയല്ലോ. മറ്റു ചില പൂജക ബഹുവചന രൂപങ്ങൾ കൂടെ നോക്കിയാലോ. വൈദ്യർ, ഭാഗവതർ, ആചാര്യർ, തമ്പ്രാക്കൾ, തിരുവടികൾ, സ്വാമികൾ, ശാസ്ത്രികൾ, ജ്യോത്സ്യർ, പണിക്കർ, മാരാർ, പത്രാധിപർ, അവർകൾ, ന്യായാധിപർ. ഇനി ഒരാളെ മാത്രം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എന്താണ് നിങ്ങൾ എന്ന് വളരെ ബഹുമാനപൂർവ്വം വിളിക്കുന്നതാണ് നിങ്ങൾ എന്ന് പറയുന്നത്. നിൻ അധികം കൾ എന്നുള്ളതാണ് നിങ്ങൾ എന്നുള്ളതായിട്ട് മാറുന്നത്. അപ്പൊ അതും പൂജക ബഹുവചനത്തിന്റെ പരിധിയിൽ പെടുന്നത് തന്നെയാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? പിപാസു, ദിദൃക്ഷു, ബുഭുക്ഷു, മുമുക്ഷു. ഏതാണ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ന് പറയുന്ന ഒറ്റപ്പദം? പിപാസു ആണോ? പിപാസു എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെയാണ് അല്ലേ? കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്താണ്? പിപാസു. കുടിക്കാനുള്ള ആഗ്രഹത്തിനെ നമ്മൾ പിപാസ എന്ന് പറയുന്നത്. ഇനി ദിദൃക്ഷു, ദിദൃക്ഷു ആണ് ദിദൃക്ഷു. ദിദൃക്ഷു ആണ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. ദിദൃക്ഷു ആണ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ, ആഗ്രഹിക്കുന്ന ആൾ. ബുഭുക്ഷുവോ? ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. മുമുക്ഷുവോ? മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ, മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ. പിപാസു കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്ന ആൾ, ബുഭുക്ഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കണം, ഓരോതിൻ്റെയും അക്ഷരത്തെറ്റോട് കൂടിയല്ലാതെ എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. മുമുക്ഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം ആഗ്രഹിക്കുന്ന ആളിനെയാണ് മുമുക്ഷു എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള മറ്റ് ചില പദങ്ങൾ ഏതൊക്കെയാണ്? ഒറ്റപ്പദങ്ങളാണ്. ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാൻ ആഗ്രഹിക്കുന്നവൻ അല്ലേ? അറിയാൻ ആഗ്രഹിക്കുന്നവനാണ് ജിജ്ഞാസു. ജിജ്ഞാസ എന്ന് പറയുന്നത് അറിയാനുള്ള ആഗ്രഹം. ഇനി ജിഗീഷു എന്ന് പറഞ്ഞാലോ? ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ജയിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ജിഗീഷു. ജിഗീഷ എന്ന് പറയുന്നത് ജയിക്കാനുള്ള, വിജയിക്കാനുള്ള ആഗ്രഹം. ചിഗീർഷു എന്ന് പറഞ്ഞാലോ? ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ. ചെയ്യാൻ, ചെയ്യാൻ ആഗ്രഹിക്കുന്നവനാണ് ചിഗീർഷു. വിവക്ഷു എന്ന് പറഞ്ഞാലോ? പറയാൻ ആഗ്രഹിക്കുന്നവൻ, പറയാൻ ആഗ്രഹിക്കുന്നവൻ. പ്രിയാസു എന്ന് പറഞ്ഞാൽ എന്താ? ജീവനിൽ കൊതിയുള്ളവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിയാസു. ജീവനിൽ കൊതിയുള്ളവനെ, ജീവനിൽ കൊതിയുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പ്രിയാസു എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, വിവക്ഷു എന്ന് പറയുന്നത് പറയാൻ ആഗ്രഹിക്കുന്നവൻ, വിവക്ഷ എന്ന് പറയുന്നത് വിവക്ഷ, വിവക്ഷ എന്ന് പറയുന്നത് പറയാനുള്ള ആഗ്രഹം. ഇനി
വിവക്ഷിതം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവക്ഷിതം പറയാൻ ആഗ്രഹിച്ചത്, അതാണ് വിവക്ഷിതം. എൻ്റെ വിവക്ഷിതം മനസ്സിലാക്കണം, ഞാൻ പറയാൻ ആഗ്രഹിച്ചത് മനസ്സിലാക്കണം. പറയാൻ ആഗ്രഹിച്ചത് വിവക്ഷിതം, പറയാനുള്ള ആഗ്രഹം വിവക്ഷ, പറയാൻ ആഗ്രഹിക്കുന്നവൻ വിവക്ഷു. കിട്ടിയല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം. ഇതും നമ്മുടെ ഒരു പഴയ ചോദ്യം തന്നെയാണ്. പക്ഷെ ഇങ്ങനെ നേരിട്ട് പ്രയോജക ക്രിയ എന്ന് പറയുന്ന രീതിയിൽ വ്യാകരണപരമായ കാര്യങ്ങൾ ചോദിക്കുന്ന രീതി ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ ഉൾപ്പെടുത്തിയതാണേ. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം. ഇത് കണ്ടിട്ട് ആരും പേടിക്കേണ്ട, കാരണം ഒരു ചോദ്യം വന്നു എന്നുള്ളതുകൊണ്ട് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വ്യാകരണത്തിൽ ക്രിയകളെ വിഭജിക്കുന്ന സമയത്ത് കേവല ക്രിയയെന്നും കേവല ക്രിയ, പ്രയോജക ക്രിയ, പ്രയോജക ക്രിയ എന്നിങ്ങനെ ക്രിയകളുടെ ഒരു വിഭജനമുണ്ട്. കേവല ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരണയൊന്നും കൂടാതെ ചെയ്യുന്ന ക്രിയ. ഇപ്പൊ നടക്കുന്നു, ഓടുന്നു, ചാടുന്നു എന്ന് പറയുന്ന സമയത്ത് ആരെങ്കിലും പ്രേരണ കൂടിയാണോ പ്രവർത്തനം നടക്കുന്നത്? കഴിക്കുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്വയം ചെയ്യുന്നതാണ്. പക്ഷെ പ്രയോജക ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരപ്രേരണയോടുകൂടി ചെയ്യുന്ന ക്രിയയാണ് നമ്മൾ പ്രയോജക ക്രിയ എന്ന് പറയുന്നത്. ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാണുന്നു, താഴുന്നു, ഓടിക്കുന്നു, കേൾക്കുന്നു. ഇതിനകത്ത് പരപ്രേരണയോടുകൂടി ചെയ്യുന്നത് ഏതാണ്? ഓടിക്കുന്നു എന്നല്ലേ? ഓടുന്നു എന്നുള്ളതാണ് ശരിക്കുമുള്ള എന്താണ് കേവല ക്രിയ എന്ന് പറയുന്നത്. പക്ഷെ പ്രയോജക ക്രിയയിലേക്ക് വരുമ്പോൾ ഓടിക്കുന്നു, മറ്റൊരു ആളുടെ പ്രേരണയാൽ ചെയ്യുന്നു എന്നുള്ളതാണ്. കാണുന്നു എന്നാണെങ്കിൽ കാട്ടുന്നു എന്ന് പറയാം. താഴുന്നു, താഴ്ത്തിക്കുന്നു, കേൾക്കുന്നു, കേൾപ്പിക്കുന്നു. അങ്ങനെയൊക്കെയാണെങ്കിൽ അത് പ്രയോജക ക്രിയയാണ്. അപ്പോൾ സ്വയം ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ കേവല ക്രിയ എന്ന് പറയുന്ന. പ്രയോജക ക്രിയ പരപ്രേരണയോടുകൂടി ചെയ്യുന്നതാണ്. ഇനി അങ്ങനെയൊന്നും നമുക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിലും കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ബാക്കിയെല്ലാം കാണുന്നു, താഴുന്നു, കേൾക്കുന്നു, ഇത് ഓടിക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ആരോഹണം എന്ന വാക്കിന്റെ വിപരീതം. ആരോഹണം എന്ന് പറയുന്ന വാക്കിന്റെ വിപരീതം അങ്ങനെ കട്ടിയുള്ള ചോദ്യമല്ല. കയറ്റം, ആവിർഭാവം, ആഗമനം, അവരോഹണം അല്ലെ? നമ്മൾ പണ്ടോട്ടെ അറിയാം ആരോഹണ അവരോഹണങ്ങൾ, അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആരോഹണം എന്ന് പറയുന്ന വാക്കിന്റെ വിപരീതം എന്ന് പറയുന്നത് അവരോഹണം എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു ചില വിപരീത പദങ്ങളും കൂടെ നോക്കിയാലോ? പെട്ടെന്ന് തോന്നിയ കുറച്ചാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ചാരെ. ചാരെ എന്നുള്ളതിന്റെ വിപരീതം എന്താണ്? ചാരെ ദൂരെ, ജനി മൃതി അല്ലെ? നിരുപാധികം, നിരുപാധികളും ഉപാധികളൊന്നും ഇല്ലാതെ. നിരുപാധികം എന്നുള്ളതിന്റെ വിപരീതം എന്താണ്? സോപാധികം, സോപാധികം. ഉത്കർഷം, അപകർഷം. അതുപോലെ തന്നെ ആകർഷണം. ആകർഷണം എന്നുള്ളതിന്റെ വിപരീതം എന്താണ്? ആകർഷണം, വികർഷണം, വികർഷണം അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള വിപരീത പദങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം നോക്കിയാലോ നമുക്ക്. അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അയവിറക്കുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? എന്താണ്? മറക്കുകയാണോ? വെറുക്കുക എന്നാണോ? വീണ്ടും വീണ്ടും ഓർമ്മിക്കുക എന്നാണോ? പരിഹസിക്കുക എന്നാണോ? നമ്മൾ അയവിറക്കുക എന്ന് പറയുന്നത് നമ്മളെ പശുവൊക്കെ അയവിറക്കുക എന്ന് പറയും അല്ലേ? നമ്മളെ പശുവിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ച നമ്മുടെ പുല്ലും കാര്യങ്ങളും ഒക്കെ വീണ്ടും അതെടുത്ത് ചവച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെയാണ് നമ്മൾ അയവിറക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതേ അർത്ഥം തന്നെയാണ് വീണ്ടും വീണ്ടും ഓർമ്മിക്കുക എന്നുള്ളതാണ് അയവിറക്കുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം. അയവിറക്കുക, വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. അങ്ങനെയാണെങ്കിൽ അക്കരപ്പച്ച എന്ന് പറയുന്നതിന്റെ അക്കരപ്പച്ച, അക്കരപ്പച്ച എന്നുള്ള ശൈലിയുടെ അർത്ഥം എന്താണ്? അകലെ ഉള്ളതിനോടുള്ള ഭ്രമം അല്ലെ? അകലെ ഉള്ളതിനോടുള്ള ഭ്രമത്തിനെയാണ് നമ്മൾ അക്കരപ്പച്ച എന്ന് പറയുന്നത് അല്ലെ? അക്കരെ പറ്റുക എന്ന് പറഞ്ഞാൽ അക്കരെ പറ്റുക, അക്കരെ കൂടി രക്ഷപ്പെടുക എന്നുള്ളതാണോ? അക്കരെ പറ്റുക. ഓഹ്, അങ്ങനെ അക്കരെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമഘട്ടം തരണം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കരെ പറ്റുക എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അക്കരെ പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകലെ ഉള്ളതിനോടുള്ള ഭ്രമം, അത് നമുക്കറിയാം. അക്കരെ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമഘട്ടം തരണം ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്കരെ പറ്റുക എന്നുള്ള ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആകാശപുരാണം. ആകാശപുരാണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശപുരാണം, ആകാശപുരാണം, ആകാശപുരാണം അസത്യമായ കാര്യം. ആകാശപുരാണം അസത്യമായ കാര്യത്തിനെയാണ് നമ്മൾ ആകാശപുരാണം എന്ന് പറയുന്നത്. ഉട്ടോപ്യ, ഉട്ടോപ്യ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്ന എന്തിനെയാണ്?
ഉട്ടോപ്യ. പ്രായോഗികമല്ലാത്തത്, പ്രായോഗികമല്ലാത്തതാണ് ഉട്ടോപ്യ. ഉട്ടോപ്യ പ്രായോഗികമല്ലാത്തത്. അപ്പൊ അക്കരപ്പച്ച, അക്കരെ പറ്റുക, ആകാശപുരാണം, ഉട്ടോപ്യ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചുക. ഒരുപാട് ശൈലികളുണ്ട്. അതുപോലെ തന്നെ ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് പരിഭാഷയും ചോദിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് ഓടിച്ച് ശ്രദ്ധിച്ചു വെക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. വിൻ അധികം തലം ചേർത്തെഴുതിയാൽ. സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് തവണ PSC ആവർത്തിച്ച് ചോദിച്ചതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. വിൻ അധികം തലം ചേർത്തെഴുതിയാൽ വിൺതലം ആണോ, വിണ്ടലമാണോ, വിണ്ണലമാണോ, വിണ്ഡലമാണോ സംഭവിക്കുന്നത്? വിൺ അധികം തലം എന്ന് പറയുന്നത് വിണ്ടലമാണ്. സന്ധി എന്ന് പറയുന്നത് ആദേശസന്ധിയാണ്. ആദേശസന്ധിയാണ്. വി അതുപോലെ തന്നെയുണ്ട്, ഇൺ എന്ന് പറയുന്ന അതുപോലെ തന്നെയുണ്ട്, ണ എന്ന് പറയുന്ന രൂപത്തില്. അതുപോലെ തന്നെ താ മാറി അവിടെ ഡായായി വന്നു, ലം അവിടെ തന്നെയുണ്ട്. അപ്പൊ താ എന്ന് പറയുന്ന വർണ്ണം മാറി, ഡാ എന്ന് പറയുന്ന വർണ്ണം അവിടെ കടന്നു വന്നതുകൊണ്ട് തന്നെ ഒന്ന് പോയി മറ്റൊന്ന് വരുന്നതിനെ നമ്മൾ ആദേശം എന്നാണ് പറയുന്നത്. ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ PSC ആദേശസന്ധിയുമായിട്ട് ആണ് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ചില കാര്യങ്ങൾ നോക്കാം. ഉദാഹരണമായിട്ട് തണ്ടാർ, തണ്ടാർ, തണ്ടാർ. തൺ അധികം താറാണ് തണ്ടാറായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ എണ്ണൂറ്, എണ്ണൂറ്. എൺ അധികം നൂറാണ് എണ്ണൂറ്. 800 എന്നുള്ള അർത്ഥത്തിൽ എൺ അധികം നൂറ്, എണ്ണൂറ്. അതുപോലെ തന്നെ നിന്നു, നിന്നു. നിൻ അധികം തൂവാണ് നിന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മരത്തിൽ, മരത്തിൽ. മരം അധികം ഇൽ ആണ് മരത്തിൽ. മരം അധികം ഇൽ ആണ് മരത്തിൽ. അതുപോലെ തന്നെ കടങ്കഥ, കടംകഥ, കടങ്കഥ. കടങ്കഥ എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുന്നത്? കടങ്കഥ, കടങ്കഥ. കടം അധികം കഥയാണല്ലേ, കടം അധികം കഥയാണ് കടങ്കഥ. അതുപോലെ തന്നെ പെരുന്തച്ചൻ, പെരുന്തച്ചൻ. പെരും അധികം തച്ചനാണ് എന്താണ്? പെരുന്തച്ചൻ. ഇവിടെ എല്ലാം ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരികയാണ് ചെയ്യുന്നത്. എല്ലാം ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. അപ്പൊ ആദേശസന്ധിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരെണ്ണം വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക. അല്ലെ, നമുക്ക് പുല്ലിംഗവും സ്ത്രീലിംഗവും നപുംസകലിംഗവും ആണുള്ളത്. അപ്പൊ ഇതിനകത്ത് സ്ത്രീലിംഗ പുല്ലിംഗവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യമാണ്. പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. പുല്ലിംഗ ശബ്ദം എന്ന് പറയുന്നത് ആണെന്ന് പറയുന്ന വർഗത്തെ കുറിക്കുന്നതാണ് പുല്ലിംഗം എന്ന് പറയുന്നത്. അവൾ ആണോ? മിടുക്കൻ, മകൾ, സമർത്ഥ. സമർത്ഥ എന്ന് പറയുന്നത് സമർത്ഥൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗ രൂപമാണ്. അപ്പം ഇതും സ്ത്രീലിംഗ രൂപമാണ്. അതുപോലെ തന്നെ മകൾ എന്നുള്ളത് സ്ത്രീലിംഗ രൂപമാണ്, അവൾ എന്നുള്ളത് സ്ത്രീലിംഗ രൂപമാണ്. ഇവിടെ മിടുക്കൻ എന്നുള്ളതാണ് സ്ത്രീലിംഗ രൂപം അല്ലാത്തത്, പുല്ലിംഗ രൂപം ആയിട്ടുള്ളത്. അപ്പൊ മിടുക്കൻ എന്നുള്ളത് ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം നോക്കിയാലോ. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം തന്നെയും വാക്യശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. അത് കുറച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ചോദ്യങ്ങളും കൂടെ ആയിരുന്നു. ഇപ്പൊ 1-2 എണ്ണമൊക്കെ ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് അത് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് ചെയ്യുക. ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ഞാൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരമില്ലാഞ്ഞാണ്. 2, ഞാൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗതിയില്ലാഞ്ഞാണ്. ഞാൻ നിന്നെ ആശ്രയിച്ചത് മറ്റു ഗതിയില്ലാഞ്ഞാണ്. ഞാൻ നിന്നെ ആശ്രയിച്ചത് ഗത്യന്തരമില്ലാഞ്ഞാണ്. ഇതിനകത്ത് ശരിയായ വാക്യങ്ങൾ അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഗത്യന്തരം എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇവിടെ നമ്മുടെ സംസാര വിഷയം എന്ന് പറയുന്നത്. ഗത്യന്തരം ഇല്ലാതെ എന്ന് വെച്ചാൽ വേറെ ഗതി ഇല്ലാത്തത് കൊണ്ട് എന്നുള്ളതാണ് ഗത്യന്തരം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗതി ഇല്ലാത്തത് കൊണ്ട് എന്നുള്ളത് വേണ്ട. പകരം വേറെ എന്നോ വേറെ ഗതി ഇല്ലാത്തത് കൊണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ നിന്നെ ആശ്രയിച്ചത് ഗത്യന്തരമില്ലാഞ്ഞാണ് എന്ന് പറഞ്ഞാൽ മതിയാവും. അപ്പൊ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തത് ഞാൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗതിയില്ലാഞ്ഞാണ്. അത് ശരിയായിട്ടുള്ള വാക്യം തന്നെയാണ്. ശരിയായിട്ടുള്ള വാക്യം തന്നെയാണ്.
ഇനി ഞാൻ നിന്നെ ആശ്രയിച്ചത് മറ്റു ഗതിയില്ലാഞ്ഞാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിയായിട്ടുള്ള വാക്യം തന്നെയാണ്. ഇനി ഞാൻ നിന്നെ ആശ്രയിച്ചത് ഗത്യന്തരമില്ലാഞ്ഞാണ്, ഇതും ശരിയായിട്ടുള്ള വാക്യം തന്നെയാണ്. അപ്പൊ ഇവിടെ 2ഉം 3ഉം 4ഉം ശരിയായിട്ടുള്ള പദങ്ങളാണ്. ഇവിടെ നമ്മൾ വാക്യശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഉദ്ദേശം, ഏകദേശം എന്നിവയുടെ കൂടെ ഓളം എന്നിവ വീണ്ടും ആവർത്തിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരേ പദത്തിന്റെ ഒരേ അർത്ഥം വരുന്ന 2 പദങ്ങൾ ഒരു വാക്യത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പൊ ഈ അടുത്തൊരു സമയത്ത് എന്താണ് തെറ്റ് തിരുത്തണം, വായിച്ച് തെറ്റ് തിരുത്തണം എന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വായിച്ച് തെറ്റ് തിരുത്തുക എന്ന് പറയുന്നത് നമ്മുടെ PSC തന്നെ തന്നിരിക്കുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് വായിച്ച് തെറ്റ് തിരുത്തുക എന്ന് പറയുന്നതാണ്. പക്ഷെ തിരുത്തുന്നത് എന്തോ അതാണ് തെറ്റ്. അപ്പൊ വീണ്ടും തെറ്റ് തിരുത്തുക എന്ന് പറയുന്ന ഒരു പ്രയോഗം അവിടെ വേണ്ടതില്ല. പക്ഷെ ഇനി അത് മാറ്റം ഉണ്ടാവും. അത്തരത്തിൽ ഒരുപാട് എന്താ പറയുന്നത് രീതികളിൽ നമ്മുടെ വാക്യശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ അർത്ഥം തന്നെയുള്ള ഒന്നിലധികം പദങ്ങൾ ഓരോ വാക്യത്തിലും ഉണ്ടോ എന്നുള്ളത് കാര്യം നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ സമുച്ചയം, വികല്പം തുടങ്ങിയിട്ടുള്ളവ ഓ എന്നിവയൊക്കെ കൃത്യമായിട്ട് തന്നെയാണോ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കുക. അതുപോലെ തന്നെ അക്ഷരത്തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ പദക്രമം, കർത്താവ്, കർമ്മം, ക്രിയ എന്നുള്ള രീതിയിലാണോ ഒരു പദത്തിന്റെ വാക്യത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വാക്യശുദ്ധി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പരീക്ഷകളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കാം. നാഗരികം എന്നതിന്റെ വിപരീത പദം ഏത്? നാഗരികം എന്നുള്ളതിന്റെ വിപരീത പദം നാട്ടിൻപുറമാണോ, ഗ്രാമീണമാണോ, നഗരമാണോ, ഗ്രാമികമാണോ? ഏതാണ് നാഗരികം എന്നുള്ളതിന്റെ? ഗ്രാമീണമാണല്ലേ. നഗരത്തിന്റെ വിപരീതം എന്താണ്? നഗരം, ഗ്രാമം അല്ലെ. ഗ്രാമത്തിന്റെ വിപരീതമായിട്ട് നമുക്ക് നഗരത്തിനെ പറയാം. അപ്പോൾ നാഗരികം, നാട്ടിൻപുറം. നാഗരികം നാട്ടിൻപുറമല്ല, നഗരമല്ല, ഗ്രാമികമല്ല. നാഗരികത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് ഗ്രാമീണം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. യഥോചിതം പിരിച്ചെഴുതുമ്പോൾ, യഥോചിതം എന്ന് പറയുന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്? യഥ് അധികം ഉചിതമാണോ, യഥാ അധികം ഉചിതമാണോ, യഥോ അധികം ചിതമാണോ, യഥോചി അധികം തം ആണോ? എന്താണ് യഥോചിതം എന്ന് പറയുന്നത്? യഥാ അധികം ഉചിതമാണ്, യഥാ അധികം ഉചിതമാണ് യഥോചിതം എന്ന് പറയുന്ന പദമായിട്ട് വരുന്നത്. യഥാ ഉചിതം, ഉചിതം പോലെ എന്നുള്ള അർത്ഥത്തിലാണ് യഥോചിതം, യഥാ അധികം ഉചിതം. അങ്ങനെയാണെങ്കിൽ ഇമ്മാതിരി എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ഇമ്മാതിരി, ഇമ്മാതിരി. ഈ അധികം മാതിരിയാണ് എന്താ? ഇമ്മാതിരി. അതുപോലെ തന്നെ വീരോചിതം, യഥോചിതം, യഥാ അധികം ഉചിതം. വീരോചിതമോ? വീരോചിതം. വീര അധികം ഉചിതമാണ് എന്താണ്? വീരോചിതമായിട്ട് മാറുന്നല്ലേ, വീരോചിതം. ഇത്യാദിയോ? ഇത്യാദി എങ്ങനെയാ പിരിച്ചെഴുതുന്നേ? ഇത്യാദി, ഇത്യാദി. ഇതി അധികം, ഇതി അധികം ആദിയാണ് ഇത്യാദി. ഇത്യാദി എങ്ങനെയാ പിരിച്ചെഴുതുന്നത്? ഇതി അധികം ആദിയാണ് ഇത്യാദി. ആയുർവേദം, ആയുർവേദം. ആയുർവേദം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ആയുർവേദം ആയുസ്, ആയുസ് അധികം വേദമാണ് ആയുർവേദം. അതുപോലെ തന്നെ ആയുഷ്കാലമോ? ആയുഷ്കാലം. ആയുസ് അധികം കാലമാണ് ആയുഷ്കാലമായിട്ട് മാറുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒറ്റപ്പദമാക്കുക. ഒറ്റപ്പദം. പായ് കെട്ടാനുള്ള മരം, പായ് കെട്ടാനുള്ള മരത്തിന്റെ ഒറ്റപ്പദം ഏതെന്നുള്ളതാണ് ചോദ്യം. പാഴ്മരം എന്നുള്ളതാണോ, പാമരം, പായ് കെട്ടുമരം, പായമരം? ഏതാണ്? പായ കെട്ടാനുള്ള മരം, പായ് കെട്ടാനുള്ള മരം ഏതാണ്? പാമരം അല്ലേ. പായ് കെട്ടാനുള്ള മരം നമ്മൾ എന്താ പറയാ? പാഴ്മരമല്ല, പായമരമല്ല, പാമരം. പാമരം എന്ന് പറയുന്നത് പാമരം പളുങ്കുകൊണ്ട്, കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പം പായ് കെട്ടാനുള്ള മരമാണ് പാമരം. ഈ ഒറ്റപ്പദവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മളിപ്പം
ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, പുത്രന്റെ പുത്രനെ പൗത്രൻ എന്നൊക്കെ പറയുന്നത്, പുത്രിയുടെ പുത്രന്റെ പുത്രി പൗത്രി, അതുപോലെ തന്നെ പുത്രിയുടെ പുത്രനെ നമ്മൾ ദൗഹിത്രൻ എന്ന് പറയും, ദൗഹിത്രി, അങ്ങനെയുള്ളത് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ എതിർലിംഗവുമായിട്ട് ബന്ധപ്പെട്ടും പുത്രൻ പുത്രി, പിതാവ് മാതാവ്, ദൗഹിത്രൻ ദൗഹിത്രി, ജാമാതാവ് സ്നുഷ, അല്ലെ, ശ്വശുരൻ ശ്വശ്രു എന്ന് പറയുന്ന പദങ്ങളൊക്കെ ഓർത്തിരിക്കുക, എന്ന് പറയുന്ന എതിർലിംഗങ്ങൾ ഓർത്തിരിക്കുക. ഒറ്റ പദവുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ ഇടയ്ക്കുള്ള പരീക്ഷകളിലൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഒറ്റപ്പദങ്ങളൊക്കെ അല്ലാത്ത രീതിയിലുള്ളതാണ് ചോദിച്ചു കണ്ടുള്ളത്. എന്നാലും അത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കിയാലോ. തന്നിരിക്കുന്ന പദത്തിന്റെ എതിർലിംഗം ഏത് എന്നുള്ളതാണ് ചോദ്യം. ചകോരം. ചകോരം എന്നുള്ള പദത്തിന്റെ എതിർലിംഗം ഏത്? ചകോരിയാണോ, ചകോരയാണോ, ചകോരിതയാണോ, ചകോരിണിയാണോ? ഏതാണ് ചകോരത്തിന്റെ എതിർലിംഗം? ചകോരം എന്ന് പറയുന്ന പദത്തിന്റെ എതിർലിംഗം, ചകോരത്തിന്റെ എതിർലിംഗം എന്ന് പറയുന്നത് ചകോരിയാണ്. ചകോരി, ചകോരം, ചകോരിയാണ് എതിർലിംഗം. അതുപോലെയുള്ള കുറച്ച് എതിർലിംഗങ്ങൾ നോക്കിയാലോ. കരി. കരിയുടെ എതിർലിംഗം എന്താണ്? കരി, കരിണി. കാധികൻ. കാധികൻ, കാധിക. കിങ്കരൻ. കിങ്കരൻ, കിങ്കരി. ഘാതകൻ. ഘാതകന്റെ എതിർലിംഗം എന്താണ്? ഘാതകി. തരുണൻ, തരുണി. ചോരൻ, ചോരി. നരൻ, നാരി. അതുപോലെ തന്നെ ഭവാൻ. ഭഗവാൻ അല്ലേ, ഭഗവാൻ ആണെങ്കിൽ ഭഗവതി വരും. ഭവാൻ, ഭവതി. ഭിക്ഷു, ഭിക്ഷുകി. ഭിക്ഷുകി. വഞ്ചകൻ, വഞ്ചകി. വൈരി, വൈരിണി. വൈരിണി. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള എതിർലിംഗങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. The day has eyes and night has ears. ഇത് പറയുന്ന ഒരു ചൊല്ലാണ്. ഈ ചൊല്ലിനോട് സാമ്യമല്ലാത്തത് ഈ കൂട്ടത്തിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അരമന രഹസ്യം അങ്ങാടിയിൽ പരസ്യം, കോട്ടയിൽ ഉപദേശം അങ്ങാടിയിൽ പാട്ട്, കോവിലകത്തെ മന്ത്രം അങ്ങാടിയിൽ പാട്ട്, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ദ ഡേ ഹാസ് ഐസ് ആൻഡ് നൈറ്റ് ഹാസ് ഇയേഴ്സ്. രാത്രിക്കും പകലിനും എല്ലാം കണ്ണും ചെവിയൊക്കെ ഉണ്ട്. അതായത് ഒന്നും രഹസ്യമായിട്ട് ഇരിക്കുന്നില്ല എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അരമന രഹസ്യം അങ്ങാടിയിൽ പരസ്യം എന്നുള്ളത്, കോട്ടയിൽ ഉപദേശം അങ്ങാടിയിൽ പാട്ട്, കോവിലകത്തെ മന്ത്രം അങ്ങാടിയിൽ പാട്ട്, ഇതെല്ലാം ഇതിനോട് ചേരുന്നത് തന്നെയുള്ള ചൊല്ലാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. നമ്മൾ വേറെ എവിടെയെങ്കിലും ഉള്ള ഒരു പ്രശ്നം അവിടെ തീർക്കാൻ പറ്റാത്തതുകൊണ്ട് വേറെ ആരുടെങ്കിലും എടുത്തതിന് തീർക്കുന്നതിനെയാണ് നമ്മൾ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറയുന്നത്. അപ്പൊ അതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. കണ്ണാടി എന്ന് പറയുന്ന പദത്തിന് പര്യായമായി പറ്റാത്തത്, പര്യായമായിട്ട് പറ്റാത്തതാണ്, വരാത്തതാണ്. ദർപ്പണം കണ്ണാടിയാണോ? ദർപ്പണം കണ്ണാടിയാണ്. മുകുളം. മുകുളം കണ്ണാടിയല്ല, പക്ഷേ മുകുരം കണ്ണാടിയാണ്. മുകുരം എന്ന് പറയുന്ന കണ്ണാടിയാണ്. അപ്പൊ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പൊ മുകുളം അല്ല. ആദർശം. ആദർശം കണ്ണാടിയാണ്. കാർമുഖം. കാർമുഖം എന്ന് പറയുന്നത് കണ്ണാടിയല്ല, കാർമുഖം എന്ന് പറയുന്നത് വില്ലാണ്. കാർമുഖം എന്ന് പറയുന്നത് വില്ലാണ്. അപ്പോൾ ദർപ്പണം, ആദർശം ഇത് രണ്ടും കണ്ണാടി എന്നുള്ളതിന്റെ പര്യായ പദങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? 1 മാത്രം ശരി, 3 മാത്രം ശരി, 1ഉം 3ഉം എന്നിവ. 1ഉം 3ഉം എന്നിവയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദർപ്പണം, ആദർശം എന്നിവ എന്താണ്? നമ്മുടെ കണ്ണാടി എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങളാണ്. വില്ല് എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങൾ അപ്പൊ ഏതൊക്കെയാണ്? എന്താണ് വില്ല് എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങള്? കോദണ്ഡം വില്ലാണ് അല്ലെ, കോദണ്ഡം. കോദണ്ഡം. അതുപോലെ തന്നെ ധനുസ്. ധനുസ്. ധനുസ് എന്ന് പറയുന്നതും വില്ലിന്റെ പര്യായമാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. മതി എന്ന പദത്തിന് നാനാർത്ഥമായി വരാത്തത് കേട്ടോ. നാനാർത്ഥം ഈ അടുത്ത സമയത്തൊന്നും അധികം ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ നാനാർത്ഥം ഇത് മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മതി എന്ന് പറയുന്ന പദത്തിന് നാനാർത്ഥമായി വരാത്തത് മതി, ബുദ്ധി. മതി എന്ന് പറയുന്ന പദത്തിന് ബുദ്ധി എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. മതി എന്ന് പറയുന്ന പദത്തിന് മതി, എനിക്ക് മതിയായി എന്നുള്ള അർത്ഥത്തിൽ തൃപ്തി എന്ന് പറയുന്ന അർത്ഥമുണ്ട്.
മതി എന്ന് പറയുന്ന പദത്തിന് പകൽ എന്ന് പറയുന്ന ഒരു അർത്ഥമില്ല. മതി എന്ന് പറയുന്ന പദത്തിന് ചന്ദ്രൻ എന്ന് പറയുന്ന അർത്ഥമുണ്ട്. അപ്പം ഇല്ലാത്തത് പകൽ എന്നുള്ള അർത്ഥമാണ്. മതി എന്ന് പറയുന്ന പദത്തിന് നാനാർത്ഥമായി വരാത്തത് ഏതാണ്? നമ്മുടെ പകൽ എന്ന് പറയുന്ന പദമാണ്. അടുത്ത ചോദ്യം നോക്കിയാലോ. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ എതിർലിംഗങ്ങളായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ നാനാർത്ഥങ്ങളായിക്കൊള്ളട്ടെ, ഇവയെല്ലാം നമ്മൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷോർട്സ് എല്ലാം മലയാളമായിട്ട് എല്ലാ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഷോർട്സുകളുണ്ട്. മലയാളമായിട്ട് ബന്ധപ്പെട്ട എതിർലിംഗം, അതുപോലെ തന്നെ വിപരീത പദം, നാനാർത്ഥം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഷോർട്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 10, 15, 20 വാക്കുകളുടെ പര്യായങ്ങളും അതുപോലെ തന്നെ എതിർലിംഗ പദങ്ങളായിക്കൊള്ളട്ടെ, പര്യായങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ നാനാർത്ഥങ്ങളായിക്കൊള്ളട്ടെ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് എല്ലാം ഒരു 2 മിനിറ്റ് 3 മിനിറ്റിൽ തീരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കിട്ടത്തുള്ളൂ. എല്ലാ സബ്ജക്റ്റിനും കൃത്യമായിട്ടുള്ള സീരീസ് നമ്മുടെ ഫയർമാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ സബ്ജക്റ്റിനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ടത് പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അടുത്ത ചോദ്യം നോക്കിയാലോ. നെല്ലിപ്പടി കാണുക എന്ന ശൈലിക്ക് വരാവുന്ന അർത്ഥം. നെല്ലിപ്പടി കാണുക എന്ന് പറയുന്ന ശൈലിക്ക് വരാവുന്ന അർത്ഥം: അങ്ങേയറ്റം വരെ എത്തുക, ദരിദ്രനാവുക, വിഷമിക്കുക, വിജയത്തിലെത്തുക. എന്താണ്? ഞാൻ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു, നെല്ലിപ്പടി കണ്ടു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ നെല്ലിപ്പടി എന്ന് പറയുന്നത് നമ്മുടെ കിണറുകളിലൊക്കെ കിണറിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഒരു വെള്ളത്തിനൊരു മധുരരസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നെല്ലിയുടെ പലക വിരിക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അതിനാണ് ഈ നെല്ലിപ്പടി, ഏറ്റവും ആഴത്തിലുള്ളത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അങ്ങേയറ്റം വരെ എത്തുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. നെല്ലിപ്പടി കാണുക, അങ്ങേയറ്റം വരെ എത്തുക. അപ്പോൾ ശൈലികളും കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ശൈലികളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് പരീക്ഷയിൽ വരുന്നതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു സെക്ഷൻ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ മലയാള ഭാഗത്തു നിന്ന് തന്നെയുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ അതെല്ലാവരും കൃത്യമായിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിനെ പറ്റി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കോഴ്സുകൾ നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അത്തരത്തിലുള്ള യോഗ്യത ഉള്ളവർക്കൊക്കെ നമുക്ക് അതിന് ജോയിൻ ചെയ്യാം. നമ്മുടെ TTC B.Ed യോഗ്യത ഉള്ളവർക്ക് LP UP ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ ചലഞ്ചറിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ് HC, അതായത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ രഞ്ജിത് സാറിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അതുപോലെ തന്നെ LDC വരാൻ പോകുന്ന LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ്. അപ്പോൾ ഈ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ എക്സാം ഏറ്റവും നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു LDCക്കൊക്കെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു ക്ലാസ്സിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.